ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 20 വയസ്സോളം പോറ്റി വളർത്തിയ തൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നിദാ ഷെറിൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരി കൊടുത്ത സമ്മാനമാണ് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. സ്വന്തം ഉപ്പയെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ കുടുംബക്കാരുടെയും മുന്നിൽ വെച്ച്, അതും കോടതി പരിസരത്ത് താമരശ്ശേരി വെച്ച് കമ്പ് കൊണ്ടും അതുപോലെ തന്നെ ചെരുപ്പ് കൊണ്ടുമെല്ലാം തല്ലിച്ചതയ്ക്കുന്ന വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. സ്വന്തം മകളെ ഞാൻ നിനക്ക് കാമുകൻ്റെ ഒപ്പം പറഞ്ഞു വിടാമെന്നും അത് മാന്യമായ രീതിയിൽ നിക്കാഹ് ചെയ്ത് പറഞ്ഞയച്ചു തരാം, ഇന്നീ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ തിരിച്ചു പോരി എന്ന് പറഞ്ഞതിനാണ് കാമുകൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ഉപ്പയെയും ഉമ്മയെയും എല്ലാം കുടുംബക്കാരെയും എല്ലാം നടു റോട്ടിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 20 വയസ്സ് വരെ അവരുടെ ഉപ്പ ഒരു പ്രവാസിയാണ്. അവിടെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ചോര നീരാക്കിയ പൈസ കൊണ്ട് ഡ്രസ്സും ഭക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം നേടിക്കൊടുത്തതിന് ശേഷം ഇപ്പോൾ അവർ പറയുന്നു അവർക്ക് കാമുകനായ ഷാമിൽ എന്ന് പറയുന്ന കാരശ്ശേരി സ്വദേശിയെ മാത്രം മതി എന്നാണ് കോടതിയിൽ ഇന്ന് ആ യുവതി മറുപടി പറഞ്ഞത് എന്ന് വളരെ സങ്കടത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ വീഡിയോ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓരോ പെൺകുട്ടികളുമുള്ള ഓരോ ഉമ്മമാരും അതുപോലെ തന്നെ ഉപ്പമാരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ്. താമരശ്ശേരി കോടതിയുടെ പരിസരത്ത് വെച്ച് ഉണ്ടായ അനിഷ്ട സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. ആ പെണ്ണ് പോലെ ചാടിപ്പോയതാ, കോടതി ഓൻ്റെ വിട്ട. എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ് ആ കോടതി പരിസരത്ത് എന്ന് ഈ വീഡിയോ കാണുന്നത് കൂടി അതിൻ്റെ ഒരു ഗൗരവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് മുക്കം ചെറുവാടി സ്വദേശി ഷെറിൻ എന്ന് പറയുന്ന 20 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ കാണാതായത്. അതിനുശേഷം ഉമ്മയും ഉപ്പയും എല്ലാം പോലീസിൽ പരാതി കൊടുക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി കാരശ്ശേരി സ്വദേശി ഷാമിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോട് കൂടെ ഈ സഹോദരി ഒരു പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയാണ്. അതിനുശേഷം താമരശ്ശേരി കോടതിയിലേക്ക് പോലീസ് അവരെ കൊണ്ടുപോയി ഹാജരാക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് കോടതി തീർച്ചയായിട്ടും പ്രായപൂർത്തിയായ 2 വ്യക്തികളാണ്. അവരോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് കാമുകനും കാമുകിയുമായിട്ട് ജീവിക്കാനാണ് താല്പര്യമെന്ന് അവർ കോടതിയിൽ പറയുന്നു. പ്രായപൂർത്തിയായതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ കോടതി അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സ്വന്തം മകളുടെ ഉപ്പയും അവരുടെ കുടുംബക്കാരും പറയുകയാണ്, മോളെ ഏതായാലും നിൻ്റെ ഇഷ്ടപ്രകാരമുള്ള കല്യാണം ഞങ്ങൾ നടത്തിത്തരാം, അതൊരു നിക്കാഹായിട്ട്. എന്നെ നീ നാട്ടുകാരുടെ മുന്നിൽ മാനം കെടുത്തരുത് എന്ന് പറഞ്ഞതിനാണ് ഈ കൂട്ടുകാരും അവരുടെ 20ഓളം വരുന്ന സംഘവും നിങ്ങൾ കണ്ടു കാണും. വടിയും അതുപോലെ തന്നെ കല്ലും ചെരുപ്പുകളും എല്ലാം ഉപയോഗിച്ച് വസ്ത്രം പോലും വലിച്ചു കീറിക്കൊണ്ട് നടു റോഡിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി. അതൊന്നും കണ്ടിട്ട് പോലും ആ മകൾക്ക് ലെവലേശം മനക്കുത്തില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഞാൻ അതാണ് പറഞ്ഞത്. 20 വയസ്സ് വരെ പൊന്നുപോലെ ഉപ്പ ആ മകളെ നോക്കി അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. വസ്ത്രമാവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, ഭക്ഷണമാവട്ടെ, പാർപ്പിടമാവട്ടെ, അതെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് അത്രയും കാലം പ്രവാസിയായ ഒരു ഉപ്പയുടെ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. അതുപോലെ തന്നെ ആ ഉമ്മ 10 മാസം വയറ്റിലിട്ട് ചുമന്ന ആ ഉമ്മയുടെ കണ്ണുനീരിനോ വാക്കിനോ പ്രവൃത്തിക്കോ ഒന്നും ഒരു പുല്ല് വില പോലും ആ നിദാ ഷെറിൻ എന്ന് പറയുന്ന കുട്ടി ഇന്ന് കോടതി വളപ്പിൽ കാണിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ കുട്ടികളുടെ ഇന്നത്തെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഉപ്പ പറഞ്ഞു, ഞാൻ നിക്കാഹ് നടത്തിത്തരാം, അത് മാന്യമായ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ വെച്ച് നടത്തിത്തരാം, എന്നെ നീ മാനം കെടുത്തല്ലേ എന്ന് പറഞ്ഞ് കാലി പിടിക്കേണ്ട ഒരു അവസ്ഥ ഉപ്പയ്ക്ക് ഇന്ന് വന്നു. ആ ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഏതായാലും തീർച്ചയായിട്ടും ഞാൻ സ്നേഹിക്കുന്നതിനോ ഒപ്പരം ജീവിക്കുന്നതിനോ ഒന്നും എതിരല്ല. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ കാലം നിന്നോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. നിൻ്റെ ഉപ്പയുടെ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഉമ്മയുടെ കണ്ണിൽ നിന്ന് വന്ന ആ ചുടുനീർ തീർച്ചയായിട്ടും അതിൻ്റെ വില എന്താണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിദാ ഷെറിൻ നീ അറിയുക തന്നെ ചെയ്യും. കാരണം കാലം കണക്ക് ചോദിക്കാതെ കടന്നുപോയ ചരിത്രമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നീ ഒരു ഉമ്മയാകും, അതുപോലെ തന്നെ നിൻ്റെ കാമുകൻ നാളെ ഒരു വാപ്പയുമാകും. അതിനുശേഷം നിങ്ങൾക്കും ഒരു കുട്ടികളുണ്ടാകും. നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ കണ്ടവൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്കതിൻ്റെ ഒരു വേദന എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. ഒരു പക്ഷേ നാളെ
നിങ്ങളുടെ ഭർത്താവ് ജോലി അന്വേഷിച്ച് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായാൽ തിരിച്ച് ആ വേദന പങ്കുവെക്കാനോ ഒന്ന് എൻ്റെ വീട്ടിൽ പോയി പൊട്ടിക്കരയാൻ ഉമ്മ വേണം അല്ലെങ്കിൽ ഉപ്പ വേണമെന്ന് നിനക്ക് തോന്നുന്ന സമയത്ത് അങ്ങനെ നിന്നെ സ്വീകരിക്കാൻ അവിടെ ഒരാളില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് റെയിൽവേ ട്രാക്കുകളും അതുപോലെ തന്നെ മരങ്ങളും അതുപോലെ തന്നെ പൊട്ടൻ കിണറുകളും അതുപോലെയുള്ള മാർഗങ്ങൾ തേടിപ്പോകുന്നത്. അങ്ങനെ ഒരിക്കലും നിൻ്റെ ജീവിതം അവസാനിക്കാതിരിക്കാൻ നീ ദുആ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ സഹോദരിമാരും ഈ വീഡിയോ ഒന്ന് കാണണം. നിങ്ങൾക്ക് അത്തരത്തിൽപ്പെട്ട താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉമ്മയോടോ ഉപ്പയോടോ സംസാരിക്കുക. എനിക്ക് അവരില്ലാതൊരു ജീവിതം പറ്റില്ല എന്നും അത് അന്വേഷിച്ച് നടത്തിത്തരാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. എന്നിട്ടും പരാജയപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ഒരു കടുംകൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇത്തരത്തിൽപ്പെട്ട കടുംകൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് മരണത്തിൽ അഭയം പ്രാപിക്കേണ്ട ഒരവസ്ഥ വരും. അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥ വരാതിരിക്കാൻ തീർച്ചയായിട്ടും ഉമ്മയോടും ഉപ്പയോടും സമ്മതത്തോടും സ്നേഹത്തോടുമുള്ള ഒരു വൈവാഹിക ജീവിതം തിരഞ്ഞെടുക്കാൻ വേണ്ടി എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു മനസ്സ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാണ്ട് ഇത്തരത്തിൽപ്പെട്ട ഒരവസ്ഥ ഒരു ഉപ്പയ്ക്കും നാളെ ഒരു കോടതി മുറ്റത്തും വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.